കേരളത്തിലെ സാധാരണക്കാർക്ക് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമോ? എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ? നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് 800 പേർ, തമിഴ്നാട്ടിൽ നിന്ന് 800 പേർ, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കാറ്റഗറി ഒരു കൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ വിദേശത്തു നിന്നുള്ള ഒരു 250-500 ഇടയ്ക്കുള്ള പ്രതിനിധികളെയാണ് ഞങ്ങൾ കാണുന്നത്. വിദേശത്തു നിന്നുള്ള പ്രതിനിധികളെന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോയി വിദേശത്ത് താമസികമാക്കിയ ആളുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. ഇപ്പോൾ ലോക കേരള സഭയുടെ ഭാഗമായി ഇവിടെ സ്ഥിരം വരുന്ന ആളുകളുണ്ട്, അവർക്ക് വിശ്വാസികളായ ആളുകളുണ്ട്, അവരും. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രതിനിധികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, കാനഡ, അങ്ങനെ ഏതാണ്ട് ഒരു 10 രാജ്യങ്ങളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ ഇവരിൽ നിന്നാണ്. ശ്രീലങ്ക ഒടുവിൽ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യക്ഷേത്രമായി, ശ്രീലങ്കയുടെ പുണ്യക്ഷേത്രമായി ശബരിമലയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അതിലിപ്പോൾ കേരളത്തിലുള്ള നമ്മൾ ഈ ശബരിമല പോർട്ടലുണ്ട്, ശബരിമലയുടെ വെർച്വൽ പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി തന്നെയാണ് നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, ആദ്യത്തെ ഒരു 4000-5000 പേർക്ക് മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15-ാം തീയതി രജിസ്ട്രേഷൻ പൂർത്തിയാവും. അതിൽ ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ 800 പേര് വെച്ച്, അപ്പം ആ കോട്ട കഴിഞ്ഞതിന് ശേഷമുള്ള 4000 അല്ല, അതുകൊണ്ട് ഉൾപ്പെടുത്തിയ 4000 പേരാണോ? അതിൽ 4000 അല്ല, 3000 പേരാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഞങ്ങൾക്കിതിൽ മാനദണ്ഡം എന്ന് പറയുന്നത് ശബരിമലയിൽ വരുന്നവർ, ശബരിമലയുടെ വികസനത്തിൽ പങ്കാളിയാകാൻ താല്പര്യമുള്ളവർ, ഇതാണ് മാനദണ്ഡം. വേറെ മാനദണ്ഡമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും. ഈ 3000 പേര് ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്ഥിരമായി ശബരിമലയിൽ വരുന്ന ആൾക്കാർ, ശബരിമല വിശ്വാസികൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉള്ളവർ. ഇതിൻ്റെ ഒരു ഫണ്ടൊക്കെ എങ്ങനെയാണ്? അതായത് തികച്ചും നമ്മൾ പരമാവധി സ്പോൺസർഷിപ്പിലൂടെ തന്നെയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഈ ശബരിമലയിലേക്ക് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഭക്തജനങ്ങളുണ്ടല്ലോ, അവരുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് പരമാവധി ദേവസ്വം ഫണ്ടിൽ നിന്നും എടുക്കാതെ ഈ സംഗമം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.